കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച താരങ്ങളിൽ ഒരാളാണ് അഡ്രിയാൻ ലൂണ. 2021-22 സീസൺ മുതൽ മഞ്ഞപ്പടയ്ക്കൊപ്പമുള്ള ഉറുഗ്വേ താരം ആരാധകർക്കേറെ പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളാണ്. ഇപ്പോഴത്തെ അഡ്രിയാൻ ലൂണയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അഡ്രിയാൻ ലൂണയെ ടീമിൽ നിലനിർത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് പദ്ധതികളില്ലെന്നാണ് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ക്ലബിന്റെ ഭാവി പദ്ധതികളിൽ ഇടമില്ലെന്ന് ലൂണയെ കേരള ബ്ലാസ്റ്റേഴ്സ് അറിയിച്ചതായും പുതിയ തട്ടകം നോക്കാൻ താരത്തോട് ആവശ്യപ്പെട്ടതുമായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ആദ്യ സീസണിൽ ഉജ്ജ്വല പ്രകടനമായിരുന്നു ലൂണ പുറത്തെടുത്തത്. 23 കളികളിൽ നിന്ന് 6 ഗോളുകളും 7 അസിസ്റ്റുകളുമാണ് 2021-22 സീസൺ ഐഎസ്എല്ലിൽ അദ്ദേഹം നേടിയത്. 2022-23 സീസണിലും തരക്കേടില്ലാത്ത പ്രകടനമായിരുന്നു ഉറുഗ്വേ താരത്തിൻ്റേത്. 20 ISL മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും 6 അസിസ്റ്റുകളും നേടി. 23-24 സീസണിനിടെ പരിക്കുപറ്റിയ താരത്തിന് ഭൂരിഭാഗം മത്സരങ്ങളും നഷ്ടമായി. 12 കളികളിൽ നിന്ന് 4 ഗോളുകളും 5 അസിസ്റ്റുകളുമാണ് ആ സീസണിൽ ലൂണയുടെ ബൂട്ടിൽ നിന്ന് പറഞ്ഞത്. കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിനു ശേഷം ലൂണ ഒരു ഗോൾ പോലും നേടാത്ത ആദ്യ സീസണായിരുന്നു കഴിഞ്ഞുപോയത്. ആകെ 27 മത്സരങ്ങളാണ് കഴിഞ്ഞ സീസണിൽ മഞ്ഞപ്പടയ്ക്കായി ലൂണ കളിച്ചത്. ഇതിൽ 8 അസിസ്റ്റുകൾ താരത്തിന്റെ ബൂട്ടിൽ നിന്ന് പറഞ്ഞു. ലൂണ ഗോളടി മറന്നതോടെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തെയും അത് ബാധിച്ചു. ബ്ലാസ്റ്റേഴ്സിനായി ആകെ 84 മത്സരങ്ങൾ കളിച്ച ലൂണ 15 ഗോളുകളും 26 അസിസ്റ്റുകളും നേടി. നേരത്തെ 2024 അഡ്രിയാൻ ലൂണ കേരള ബ്ലാസ്റ്റേഴ്സുമായുള്ള കരാർ പുതുക്കിയത്. ഈ കരാറിന്റെ കാലാവധി 2027 മെയ് 31 വരെയുണ്ട്. ഇനിയും 2 വർഷത്തെ കരാർ കൂടി ബാക്കി നിൽക്കുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സ് ലൂണയെ ഒഴിവാക്കാൻ ഒരുങ്ങുന്നതായി റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. ഇതുവരെ കിരീടങ്ങളൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലാത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിന് മുൻപ് ടീമിൽ വമ്പൻ അഴിച്ചുപണികൾ നടത്തുമെന്നാണ് സൂചന. അഡ്രിയാൻ ലൂണയ്ക്ക് പുറമെ മറ്റു ചില വിദേശ താരങ്ങൾ കൂടി ക്ലബ് വിട്ടേക്കും. ഗാന താരം ക്വാമെ പെപ്രെ, മോണ്ടിനെഗ്രോ താരം മിലോസ് ട്രിൻസിച്ച് എന്നിവരും വരും സീസണിൽ ടീമിലുണ്ടാകില്ലെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.